കർഷകൻ ജീവിക്കുന്ന കണ്ടുകൂടാ. അവൻ എന്ന് കരപ്പാളിയായിട്ട് ദരിദ്രവാസിയായിട്ട് ജീവിച്ചോട്ടെ. കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞത്. ഹലോ, നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ വീഡിയോയുമായി വന്നിട്ടുള്ളത് നാദാപുരം കല്ലാച്ചിയിലുള്ള പ്രസന്നൻ മാസ്റ്ററുടെ കൃഷിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. വീഡിയോയിലേക്ക് 20 കൊല്ലമായി ജോലി. എവിടെയായിരുന്നു ലാസ്റ്റ് വർക്ക്? ഞാനിവിടെ ക്രസന്റ് ഹൈസ്കൂൾ എന്ന് പറയും, വാണിമേൽ. അവിടെ ഞാൻ 2007 റിട്ടയർ ചെയ്തു. മാഷ് എത്ര മലവെപ്പിന് വരെ വെച്ചിട്ടുണ്ട് ടോട്ടല്? ഞാൻ 1000 വെച്ചിട്ടുണ്ടല്ലേ. എത്ര ഏക്കർ? ഒരു 3 ഏക്കർ 3.5 ഏക്കർ ഉണ്ട്. 3.5 ഏക്കറിലാണ് വെച്ചിട്ടുള്ളത്. 3.5 ഏക്കർ വളർച്ച ഇപ്പൊ ഏകദേശം എത്ര ഇഞ്ച്? വളർച്ച ഏകദേശം ഒരു 50% നല്ല രീതിയിൽ പോകുന്നു. നല്ല വളർച്ച. ഇതെന്ന് പറഞ്ഞാല് ഒരിക്കലും പുളിച്ചു പോകുന്ന മരങ്ങളൊന്നും അല്ല. ഇതിനെന്നായാലും ഇതിന് ഡിമാൻഡ് വരുമെന്ന് എനിക്കറിയാം. ലാഭമൊക്കെ 2ാം ക്ലാസ്സാണെന്ന് പറഞ്ഞത്, അത് 1ാം ക്ലാസ് തന്നെ. നോക്ക്, നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും മാത്രമേ ഇത്ര ഉഡായിപ്പ് പരിപാടികളുള്ളൂ. പുറം യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ കൺട്രീസിലും നോക്ക്, അവര് കോൺക്രീറ്റ് പില്ലറൊന്നും ഉണ്ടാക്കുകയില്ല, അവര് മരത്തിന്റെ പില്ലറാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളതെല്ലാം മനസ്സിലാക്കണം. ഇതെല്ലാം ഈ ഉഡായിപ്പ് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആശാന് കൊടുക്കാത്ത വൈദ്യന് കൊടുക്കും. ഈ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലവിധം പുതിയ രോഗങ്ങളും അതും ഇതുമൊക്കെ നമുക്ക് പിടിപെടും. കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയ പൈസയും കൂടെ കൊടുക്കും. മറ്റേ സാധനം, നല്ല സാധനം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ കുറെ സമയം എടുക്കും. 20 ലക്ഷം രൂപയാണ് ഇന്റൻസീവ് കൊടുക്കുന്നത് ഒരു കൊല്ലം ഒരു കർഷകന്. 20 ലക്ഷം രൂപ ഒരു കൊല്ലം ഒരു കർഷകന് കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്ര കൊടുക്കുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ 5 പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കൃഷിക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം തന്നെ കർണാടകത്തിലെ പോലെ അതുപോലും കേരളത്തിൽ കൊടുക്കുന്നില്ല. അതുപോലെ കേരളത്തിൽ കൊടുക്കുന്നില്ല, ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ സ്ഥിതിയാണ് 32,000 രൂപയാണ്. അത് സബ്സിഡി, കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ഒരു 32,000 രൂപ ഒരു കർഷകന് കിട്ടുന്നുണ്ട്. ആ സ്ഥാനത്താണ് അമേരിക്ക, യൂറോപ്യൻ കൺട്രികൾ 20 ലക്ഷം 25 ലക്ഷം ഇന്റൻസീവ് കൊടുക്കുന്നുണ്ട് ഇവർക്ക്. പിന്നെ അവർ കൃഷി ചെയ്യുന്ന ആദായമുണ്ട്, അവർക്ക് അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാം. ഇവിടെ ആരെങ്കിലും കൃഷി രംഗത്തേക്ക് വരുന്നുണ്ടോ? എന്തുകൊണ്ട് വരുന്നില്ല? ഇവിടെ പ്രോത്സാഹനമില്ല. ഗവൺമെന്റ് സർക്കാരും ഇതൊക്കെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരാണ്. ഈ വികസനം എന്തിനാണ്? ഈ വികസനം ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളെന്ന് പറഞ്ഞാൽ 75% കർഷകരാണ്. അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അതൊരു തൊഴിലായിട്ട് സ്വീകരിക്കും. ഇപ്പോൾ തൊഴിലോടി പല രാജ്യങ്ങളിലും പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നു? ഇവിടെ ജീവിക്കാൻ വയ്യ. ഒരു കൃഷി ചെയ്ത് അതിനകത്ത് ആദായം എടുത്താൽ അതിന് വില കിട്ടുന്നില്ല. അതിന് പ്രോത്സാഹനം ഗവൺമെന്റ് ഭാഗത്ത് കൊടുക്കണം. വില കുറച്ച് കൊടുക്കാം, പക്ഷേ ഗവൺമെന്റ് ഇന്റൻസീവ് തരട്ടെ. ഒരു 20 ലക്ഷം അല്ലെ ഒരു 10 ലക്ഷം കൊടുക്കട്ടെ, എല്ലാവരും ഈ രംഗത്തേക്ക് വരും. അത് ചെയ്യുന്നില്ല. ഇതൊക്കെ നമുക്കറിയാം. ഇവിടുത്തെ മുഖ്യമന്ത്രി എല്ലാം കണക്കാണ്, പ്രധാനമന്ത്രി എല്ലാം കണക്കാണ്. നമ്മളെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാ കേട്ടോ. ഞാൻ പറഞ്ഞതിനുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്. കരങ്ങളും അതും ഇതും എല്ലാം, റോഡ് ടാക്സും GST അതെല്ലാം പിരിച്ചു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജനങ്ങൾക്ക് ചെലവാക്കാൻ വേണ്ടിയിട്ടാണിത്. ഭൂരിഭാഗം വരുന്ന കർഷകർക്കാണ്. കർഷകൻ ജീവിക്കുന്ന കണ്ടുകൂടാ. അവൻ എന്ന് കരപ്പാളിയായിട്ട് ദരിദ്രവാസിയായിട്ട് ജീവിച്ചോട്ടെ. കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഈ കർഷകന് എന്നും ഒരു കർഷകനായിട്ട് ദരിദ്രവാസിയായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണക്കാരുടെ ലക്ഷ്യം. മലവേപ്പിന്റെ തൈകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് പ്രസന്നൻ മാസ്റ്ററെ പോലെ കഴിവുള്ള ഒരുപാട് കർഷകരെ കണ്ടുമുട്ടാറും അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാറുമുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള കർഷകർക്ക് കൃഷിയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തത്. മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്നത് പോലെ നമ്മുടെ രാജ്യത്തുള്ള കർഷകർക്കും ആനുകൂല്യങ്ങൾ കിട്ടണം, സിസ്റ്റം മാറി വരണം എന്നാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും മാറ്റങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മലവേപ്പിൻ്റെ നല്ല തൈകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.